ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓർക്കിഡ് ചെടിയെക്കുറിച്ച് നോക്കാം. ഓർക്കിഡ് ചെടി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അത്രമാത്രം മനോഹരമായ പുഷ്പങ്ങൾ ഉള്ള ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് ചെടി. ഏതാണ്ട് 600 ജനുസുകളിലായിട്ട് 30,000 ജാതിയിൽപ്പെട്ട മനുഷ്യനിർമ്മിതമായ 1,00,000-ൽ പരം സങ്കരയിനം ഓർക്കിഡുകൾ ഇന്ന് നിലവിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഓർക്കിഡേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ഓർക്കിഡുകൾ. വളർന്ന സ്വഭാവം അനുസരിച്ച് ഓർക്കിഡുകളെ രണ്ടായി തരംതിരിക്കാം. ഒറ്റ കമ്പായി മുകളിലേക്ക് വളർന്നു പോകുന്ന ഇനത്തിനെ മോണോപോഡിയൻ എന്നും, ചുവട്ടിൽ നിന്നും ഒന്നിലധികം കമ്പുകൾ കൂട്ടമായി വളരുന്നതിനെ സിംബോഡിയൻ എന്നും പറയുന്നു. എപ്പിഫൈറ്റുകൾ, അതായത് പരാത്ത സസ്യം ഓർക്കിഡുകൾക്കാണ് കൂടുതൽ വ്യാവസായിക വാണിജ്യപ്രായമുള്ള ഈ ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകൾക്ക് വളരെ ശുദ്ധമായും വായുസഞ്ചാരമുള്ളതുമായ പ്രദേശമാണ് അനുയോജ്യം. അതായത് ഇവയുടെ വലാമിൻ എന്നറിയപ്പെടുന്ന വേരുകൾ വായുവിൽ നിന്നും വെള്ളവും വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളും വലിച്ചെടുക്കുന്നു. ഈ വേരുകൾ തണ്ടുകളിലാണ് ഉണ്ടാകുന്നത്. മറ്റു മരങ്ങൾ ഇവയ്ക്ക് നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫലനോപ്സിസ് ഓർക്കിഡാണ്. ഈ ഫലനോപ്സിസ് ഓർക്കിഡുകൾ വളർത്തുവാൻ മറ്റുള്ള ഓർക്കിഡിനേക്കാൾ അല്പം പാടാണ് എന്നതാണ് ഈ ഫലനോപ്സിസ് ഓർക്കിഡുകൾ സാധാരണ പുഷ്പപ്രേമികളുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാത്തത്. മാത്രമല്ല, ഇവയ്ക്ക് മറ്റുള്ള ഓർക്കിഡുകളെക്കാൾ വളരെയധികം വിലയും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സംരക്ഷണവും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതിൻ്റെ ഇലകളിലോ പൂക്കളിലോ വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു ഫംഗസ് ബാധ ഉണ്ടാകുകയും നശിച്ചു പോവുകയും ചെയ്യും. അത് കാരണമാണ് ഏറ്റവും കൂടുതൽ ഫലനോപ്സിസ് ഓർക്കിഡുകൾ നശിച്ചു പോകുന്നത്. പിന്നെ ഉള്ളത്, നമുക്ക് ഇതിന് ആവശ്യത്തിന് കൂടുതൽ വെയിൽ തട്ടിക്കഴിഞ്ഞാലും ഇവ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡ് എന്ന് വേണമെങ്കിൽ പറയാം ഫലനോപ്സിസ്. ഓർക്കിഡുകൾക്ക് പുഷ്പിക്കുന്നതിന് പ്രകാശം ആവശ്യമാണ്. കുറഞ്ഞ പ്രകാശം നല്ല തണലിലും വളരുന്നവയ്ക്ക് വളർച്ച ഉണ്ടാകുമെങ്കിലും ചില ഓർക്കിഡുകൾ പുഷ്പിക്കാറില്ല. ചില ഓർക്കിഡുകൾക്ക് അതിൻ്റെ ഉഷ്ണമേഖലകളിൽ വളരുന്ന ഇനങ്ങൾക്ക് നല്ല ചൂടും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ അനുയോജ്യമാണ്. താപനിലയുടെ അടിസ്ഥാനത്തിൽ ഇവയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. തണുപ്പുള്ള സമയത്ത് വളരുന്നവ, മിതമായ ചൂട് ആവശ്യമായവ, നല്ല ചൂടിൽ വളരുന്നവ. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിയോഫ്രസ്റ്റസ് എന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് ഓർക്കിഡ് എന്ന പേര് കണ്ടുപിടിച്ചത്. ഓർക്കിഡ് മോറിയെ എന്ന യൂറോപ്യൻ ചെടിക്കാണ് അദ്ദേഹം ഈ പേരിട്ടത്. ഇത്ര മനോഹരമായ തണ്ടുകളും പൂക്കളും ഒരുപാട് പൂക്കളും ഉള്ള ഒരു ഓർക്കിഡാണ് ഈ ഫലനോപ്സിസ്. ഒരു പ്രാവശ്യം പൂത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പുഷ്പങ്ങൾ ഇതിൻ്റെ മുട്ടുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു 6 മാസത്തോളം അതിൽ കൂടുതലും ഇതിൻ്റെ പൂക്കൾ നിൽക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഫലനോപ്സിസ് ഓർക്കിഡിനുണ്ട്. അത് കാരണം നമ്മുടെ വീട്ടിൽ ഒരു ഫലനോപ്സിസ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിൽ പൂക്കൾ കാണും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. കേരളത്തിൽ പ്രചാരത്തിലുള്ള പ്രധാന ഇനങ്ങൾ മോണോപോഡിയൻ ഇനങ്ങളായ അരാക്നിക്സ്, അരാന്തിയ, വാൻഡ, ഫലനോപ്സിസ്, അരാൻഡ, മുക്കാറ, സിംബോഡിയൻ ഇനങ്ങളായ ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, ഓൺസീഡിയം എന്നിവയാണ്. ഇവയിൽ ഡെൻഡ്രോബിയമാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഇനം. സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്നതും ഡെൻഡ്രോബിയമാണ്. ഈ ഫലനോപ്സിസിൽ നിന്നും നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ വളർത്തുകയും അതിനെ പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫലനോപ്സിസിൽ നിന്ന് തന്നെ വളരെയധികം തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതുമാണ്. സാധാരണയായി വേരുകളുള്ള തണ്ടുകൾ മുറിച്ചു നട്ടാണ് നടിയിൽ വസ്തു ഉണ്ടാകുന്നത് സാധാരണ ഓർക്കിഡുകൾ. പക്ഷേ ഫലനോപ്സിസിൽ നിന്ന് അതിൻ്റെ തണ്ടുകൾ ഇല്ല എന്നതാണ് ഫലനോപ്സിസിൻ്റെ പ്രത്യേകത. അതിൻ്റെ വേരുകളാണ്, ഒരു കൂട്ടം വേരുകൾ വളർന്നാണ് അതിൻ്റെ ചെടി രൂപപ്പെടുന്നത്. ഇതുപോലുള്ള വേരുകളായിരിക്കും അത്. ഇതിപ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വേരുകളാണ്. ഇതിനെ ചട്ടി മാറ്റുവാൻ സമയമായിരിക്കുകയാണ്. റീപോർട്ട് ചെയ്തതിന് ശേഷം അത് മുറിച്ച് നമുക്ക് പലതരം തൈകൾ ഉണ്ടാക്കി അതിൽ നിന്നും എടുക്കാവുന്നതാണ്. വിത്തുകൾ ഉപയോഗിച്ചും നമ്മൾ ഈ ഓർക്കിഡുകൾ വളർത്താറുണ്ട്. പക്ഷേ അവയ്ക്ക് പൂക്കാൻ വളരെയധികം കാലതാമസം എടുക്കും എന്നതാണ് അതിൻ്റെ കാര്യം. ഈ ഓർക്കിഡുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് തൈകളാക്കി മാറ്റിയെടുക്കാവുന്നതാണ്.
വളർന്നു വരുന്ന ഓർക്കിഡിന് വിളറിനനുസരിച്ച് ചെറിയ തോതിൽ രാസവള പ്രയോഗം നടത്താവുന്നതാണ്. പൊട്ടാസ്യം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ്, മോണോ കാൽസ്യം ഫോസ്ഫേറ്റ് അങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനുണ്ടാകുന്ന ഏറ്റവും വലിയ രോഗബാധ ഈ കാണുന്നത് ഇപ്പോൾ ഇതിന്റെ ചെറിയ തൈയാണ്. അതിന്റെ മുട്ടുകൾ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും ഉണ്ടാകുന്ന തൈകളാണ് ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ചെടിയായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിന്റെ നമുക്ക് വളരെയധികം തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡുകൾ ഒരുപാടുണ്ട്. ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഓർക്കിഡിനെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒച്ചാണ്, അതുപോലെ മീലി ബഗ്, ഉറുമ്പ് എന്നിവയാണ് ഓർക്കിഡിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. അനുയോജ്യമായ അളവിലുള്ള കീടനാശിനി പ്രയോഗത്തിലൂടെ കീടബാധ തടയാവുന്നതാണ്. ചെടിയുടെ വളർച്ചയെത്താത്ത മുകുളങ്ങൾ, വേരുകൾ, തണ്ട് എന്നിവയ്ക്കാണ് പെട്ടെന്ന് ഈ കീടബാധ ഉണ്ടാകുന്നത്. ചെടികളുടെ എണ്ണം കുറവാണെങ്കിൽ കീടബാധയേറ്റ നമുക്ക് നുള്ളിക്കളയാവുന്നതാണ്. ഒച്ചിനെ നമുക്ക് രാത്രി ലൈറ്റടിച്ച് നോക്കി ശേഖരിച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളയാവുന്നതുമാണ്. പിന്നെയുള്ളത് ഫംഗസ് ബാക്ടീരിയയാണ്. ഇലപ്പുള്ളി, തണ്ട് ചീയൽ, ഓർക്കിഡ് വിൽറ്റ് എന്ന രോഗം, ഇതിനൊക്കെ ഡൈത്തേൻ, ബാവിസ്റ്റ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൊസൈക്ക് വൈറസ്, റിംഗ് സ്പോട്ട് വൈറസ് തുടങ്ങിയ വൈറസ് രോഗങ്ങളും ഇതിന് കാണാറുണ്ട്. രോഗം ബാധിച്ച ചെടികൾ നശിപ്പിച്ച് രോഗം പകരുന്നതിന് തടയാവുന്നതാണ്. പലരും നമുക്ക് വളരെയധികം വില കൊടുത്ത് വാങ്ങുന്ന ഓർക്കിഡൊക്കെ അങ്ങനെ രോഗം ബാധിച്ചാൽ നമ്മൾ നശിപ്പിച്ച് കളയാറില്ല. അപ്പോൾ മറ്റുള്ള ഓർക്കിഡുകൾക്ക് കൂടി അത് രോഗം വരുന്നതാണ്. കഴിവതും നമ്മൾ രോഗം വരാതെ നോക്കുക എന്നതേ ഉള്ളൂ ഒരു പ്രതിവിധി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓർക്കിഡിനെ കുറിച്ച് നിങ്ങൾ തുടക്കക്കാർക്ക് പറഞ്ഞു തരുവാൻ എൻ്റെ കയ്യിലുള്ള ടിപ്സുകൾ. പിന്നെ ഇതിന് നമുക്ക് രാസവളമല്ലാതെ ഉപയോഗിക്കാവുന്നത് എന്ന് പറഞ്ഞാൽ തേങ്ങാവെള്ളം അത് ഇരട്ടി വെള്ളവുമായി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വളങ്ങളാണ് ഈ ചാണകം കലക്കിച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അതിൻ്റെ ഇത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ കിട്ടും. എന്നിരുന്നാലും നമുക്ക് കൂടുതൽ പൂക്കളും മറ്റും ഉൽപ്പാദിപ്പിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ എന്നും ഉണ്ടാകും. പക്ഷെ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓർക്കിഡിൻ്റെ ആയുസ് കുറയും എന്നുള്ളത് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഓർക്കിഡിൻ്റെ ആയുസ് കുറയും എന്നുള്ള ഒരു കാരണമേ ഉള്ളൂ. ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നിൽക്കും. പക്ഷേ നമുക്ക് വ്യാവസായികാടിസ്ഥാനത്തിലാണെങ്കിൽ എപ്പോഴും പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ രാസവളം കൊടുക്കുകയേ നിർവാഹമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ അഗ്രോ ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.